വെൽക്കം ടു ഇമ്പൾസ്. സോ നമുക്ക് എപ്പിലെപ്സി, പാർക്കിൻസോണിസം, സ്ട്രോക്ക് പഠിച്ചാലോ? കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. പക്ഷെ നമുക്ക് നല്ലൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഇതെല്ലാം ഫാർമക്കോളജി നമുക്ക് ഉപകാരമുള്ളതാണ്. സോ ഇപ്പോഴേ പഠിച്ചു തന്നെ വെക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പിലെപ്സി എന്ന് വെച്ചാൽ നമുക്ക് ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. സോ നമ്മളെ ബോഡിയിൽ നമുക്ക് സീഷർ വരിക, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വരിക, എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ബോഡിയിൽ ഒരു സ്റ്റിമുലേഷൻ ഓൾറെഡി എപ്പോഴും ഉണ്ടല്ലോ, ഒരു ഇമ്പൾസ് ഉണ്ടല്ലോ. സോ നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വരികയും നമുക്ക് ജേർക്കി മൂവ്മെന്റ്, നമ്മളെ ബോഡിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിടന്നിങ്ങനെ ഓടിയൊക്കെ ചെയ്യും കേട്ടോ. സോ ബേസിക്കലി 60 മില്യൺ ഓഫ് പീപ്പിളിൽ അത് ഉണ്ട്, എപ്പിലെപ്സി ഉണ്ട് എന്നാണ് പറയുക. സോ ബേസിക്കലി സീഷർ വരിക എന്നാണ് നമ്മൾ നോർമലി പറയുക കേട്ടോ. സോ ബേസിക്കലി ഇത് 4th മോസ്റ്റ് കോമൺ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ട് നമ്മൾ എപ്പിലെപ്സിനെ പറയാറുണ്ട്. എപ്പിലെപ്സി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നം വരും. മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ടു വർക്കിൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കും, നമുക്ക് എപ്പോഴും എപ്പിലെപ്സി വരിക അങ്ങനെ ചോദ്യത്തോടെ അത് എപ്പോഴും നടക്കുന്നുണ്ടാവും. സോ എങ്ങനെയാണ് സീഷർ വരിക? സോ സീഷർ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബ്രെയിനിൽ നടക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് റിവേഴ്സിബിൾ ആണ് കേട്ടോ, എപ്പോഴും ഉണ്ടാവണം എന്നല്ല. നമുക്കൊരു പോയിന്റ് നമുക്ക് ഉണ്ടാവുന്നു, അത് വന്ന് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഒരു ജേർക്കി മൂവ്മെന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ കെമിക്കൽ ഇംബാലൻസ് എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ നമുക്ക് ഇൻബാലൻസ് ഉണ്ടാവും. എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി സെൽസ് ഉണ്ട്, എക്സൈറ്റേറ്ററിയും ഇൻഹിബിറ്ററി സെൽസും ഉണ്ട്. അത് തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ടാകും. അത് കാരണം എക്സസീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ആക്ടിവിറ്റി ഉണ്ടാവുകയും അത് നമ്മളെ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുകയും നമുക്കൊരു ജേർക്കി മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. സോ ചിലപ്പോൾ ഇത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഒരു ഫ്യൂ സെക്കൻഡ്സ് ആകാം, ചിലപ്പോൾ കുറേ നേരം ഉണ്ടാവും ചിലപ്പം. പക്ഷേ സിംറ്റംസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് ഏരിയ ആണ് അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ആക്ടിവിറ്റി ഉണ്ടാവുക. നമ്മളെ ബ്രെയിനിൽ ഒരു ഇമ്പൾസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ നമുക്ക് നോർമലി ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമുക്ക് നോർമലി ഉള്ളതാണ്. ഇതിൽ നിന്ന് ഒരു എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ എപ്പിലെപ്സിയിലേക്ക് സീഷർ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. സോ ടൈപ്പ് ഓഫ് ജനറലൈസ്ഡ് സീഷർ പറയാം. ടോണിക്, ക്ലോണിക്, ഗ്രാൻമൽ എന്ന് പറയും. ആബ്സെന്റ്, പെപ്റ്റിമൽ ആൻഡ് അറ്റോണിക് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി അങ്ങോട്ട് ഇതെല്ലാം മനസ്സിലാക്കി വെക്കണം. സോ ടോണിക്, ക്ലോണിക് മോസ്റ്റ്ലി എപ്പോഴും ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് സ്റ്റിഫ് ആവുക, മസിൽ കോൺട്രാക്ട് ചെയ്യുക, 1 മുതൽ 2 മിനിറ്റ് വരെ ഉണ്ടാവുക. സോ ബേസിക്കലി അൺകോൺഷ്യസ് ആവുക. സോ കോൺഷ്യസ്നെസ് ഒക്കെ പോകും കേട്ടോ. സോ ബ്ലഡ് പ്രഷർ മാറും, ബ്ലാഡർ കൺട്രോൾ കിട്ടില്ല, നമ്മൾ പെട്ടെന്ന് മൂത്രമൊക്കെ ഒഴിച്ചു പോകും കേട്ടോ. സോ ബേസിക്കലി ടോണിക്, ക്ലോണിക് ആണ്. മസിൽ പെട്ടെന്ന് സ്റ്റിഫ് ആവുക, 1 മുതൽ 2 മിനിറ്റ് വരെ ഉണ്ടായിരിക്കും, ലാസ്റ്റ് ചെയ്യാം. സോ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. സോ നെക്സ്റ്റ് ആബ്സെൻസ് ആണ്, പെറ്റിമാൽ എന്ന് പറയും. സോ കുഞ്ഞു കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്ന സീഷറാണ് ആബ്സെൻസ് എന്ന് പറയുക. സോ 30 സെക്കൻഡൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. പേഷ്യൻ്റ് പെട്ടെന്ന് ഫ്രീസ് ആയി പോകും. അതിൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഓക്കെ അവർ പകലിങ്ങനെ സ്വപ്നം കാണുന്നത് നമുക്ക് തോന്നും. കാര്യം എന്തുകൊണ്ടാണ്, പെട്ടെന്ന് വന്നിട്ട് പോകുന്നത് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. കുഞ്ഞു കുട്ടികൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ആബ്സെൻസ്. പക്ഷെ നമ്മൾ മിക്കവാറും അവർ സ്വപ്നം കാണുന്നയാ, ചില പറയാറില്ലേ അത് സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയില്ലേ, ഞെട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ ആബ്സെൻസ് പറയുക. സോ നെക്സ്റ്റ് അറ്റോണിക് ആണ്. ഡ്രോപ്പ് അറ്റാക്ക് എന്നും പറയാറുണ്ട്. സഡൻ ആയിട്ട് മസിൽ ടോൺ നഷ്ടപ്പെട്ടു, പെട്ടെന്ന് വരും. അത് മാത്രമല്ല ബ്രീഫ് ലോസ് ഓഫ് കോൺഷ്യസ് മേ ഒക്കേഴ്സ്. പെട്ടെന്ന് ഇങ്ങനെ ലോസ് ഓഫ് കോൺഷ്യസ് വരും, അത് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഉണ്ടാവും. പെട്ടെന്ന് എന്ത് ചെയ്യും, ഫോൾ ഓഫ് ആയി പോവുകയാണ് ചെയ്യുക. സോ ടോണിക്, ക്ലോണിക് പറഞ്ഞു, ആബ്സെൻസ് പറഞ്ഞു, അറ്റോണിക് പറഞ്ഞു. റെഫറൻസ് നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ വായിക്കാം. സോ ഈ നമ്മൾ പറയാൻ പോകുന്ന പാർഷ്യലാണ് പറയാൻ പോകുന്നത്. പാർഷ്യൽ തന്നെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്: സിമ്പിൾ, കോംപ്ലക്സ്, സെക്കൻഡറി. എന്താ സിമ്പിൾ എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയാം. സോ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. ചില നമ്പൊക്കെ തോന്നും, അല്ലെങ്കിൽ ചെറുതായിട്ട് മസിലൊക്കെ ട്വിച്ച് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടാവും കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് അങ്ങനെയല്ല, നമ്മൾക്ക് ഫുൾ ഇമ്പയർമെൻറ്റ് ഉണ്ടാവും, നമുക്ക് ബോധമേ ഉണ്ടാവില്ല. സോ കൺഫ്യൂഷൻ വരും, ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ കാണാം. സോ നമ്മൾ പേർപ്പസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ്മെൻ്റ് ഒക്കെ പെർഫോം ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മളെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. സെക്കൻഡറി എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് പാർഷ്യൽ സീഷർ എന്ന് പറയാം. സോ എന്നാൽ ജനറലൈസിലേക്ക് പോകുന്ന രീതിയുമാണ്. ബിഗിനിങ് ആസ് എ പാർഷ്യൽ സീഷർ. സോ പാർഷ്യൽ സീഷറായിട്ട് ബിഗിൻ ചെയ്യും, തുടങ്ങും. ആൻഡ് ജനറലൈസ് ടോണിക്, ക്ലോണിക് സീഷറായിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്. സോ എന്തൊക്കെ പറഞ്ഞു, സിമ്പിൾ പറഞ്ഞു, 30 to 1 മിനിറ്റ് പറഞ്ഞു. കോംപ്ലക്സ് പറഞ്ഞു 1 to 2 മിനിറ്റ് ആണ്. കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ട് പോകും പറഞ്ഞു. സെക്കൻഡറി ഞാൻ പറഞ്ഞു, ജനറലൈസ് ടോണിക്, ക്ലോണിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗം പഠിച്ചു വെക്കാം. എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, മെഡിക്കൽ ഹിസ്റ്ററി നോക്കാം, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നോക്കാം.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് EEG ആണ്. നമ്മളെ ബ്രെയിനിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഏത് തരത്തിൽ പോകുന്നു നമുക്ക് നോക്കി അറിയാൻ പറ്റും. ആൻഡ് CT സ്കാൻ എടുക്കാം, MRI എടുക്കാം, PT എടുക്കാം. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സർജറീസ് ചെയ്യാം, തെറാപ്പീസ് ചെയ്യാം. പിന്നെ എപ്പിലെപ്സി ഉള്ളവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന, നമുക്കങ്ങനെ കൺട്രോളിങ് പവറൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്കൊന്നും അതിൽ ചെയ്യാനൊന്നും ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓടിച്ച് പറയാം. സോ ഞാൻ പറഞ്ഞു, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരികയാണ് ആൻഡ് ജേർക്കി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. ടോണിക് ക്ലോണിക്ക് കോമൺലി ഉണ്ടാവുന്നതാണ് 1 മുതൽ 2 മിനിറ്റാണ്, കോൺഷ്യസ് നഷ്ടപ്പെട്ടു പോകും. ആബ്സെൻസ് പറഞ്ഞു കുഞ്ഞു കുട്ടികളിൽ കാണുവാണ് 30 സെക്കൻഡ് ആണ്. ആൻഡ് അറ്റോണിക്ക് പറഞ്ഞു ഡ്രോപ്പ് അറ്റാക്ക്, മസിൽസിൻ്റെ എല്ലാ ടോണസിലും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ആൻഡ് പാർഷ്യൽ പറഞ്ഞു സിമ്പിൾ പാർഷ്യൽ, കോംപ്ലക്സ് പാർഷ്യൽ, സെക്കൻഡറി ജനറലൈസ്ഡ് ആണ്. സിമ്പിൾ പാർഷ്യൽ 30 to 1 സെക്കൻഡ് ആയിരിക്കും, 1 മിനിറ്റ് ആയിരിക്കും. ആൻഡ് കോംപ്ലക്സ് പറഞ്ഞു 1 to 2 മിനിറ്റ് ആയിരിക്കും, കോൺഷ്യസ് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുക. ആൻഡ് സെക്കൻഡറി പറഞ്ഞു സോ പാർഷ്യൽ തുടങ്ങിയിട്ട് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിലേക്ക് മാറുകയാണ് ചെയ്യുക. സോ ഡയഗ്നോസ് മെഡിക്കൽ ഹിസ്റ്ററി നോക്കാം, CT, PET, EEG ചെയ്യാം, MRI എടുക്കാം, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൊടുക്കാം, സർജറി ഒക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പാർക്കിൻസോണിസം ആണ്. കൂടുതലും പ്രായമായ ആൾക്കാരിലാണ് പാർക്കിൻസോണിസം കാണാറുള്ളത്. സോ പാർക്കിൻസോണിസം ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. മൂവ്മെൻറ്റ്, ബാലൻസ്, കോർഡിനേഷൻ ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ത്, പാർക്കിൻസോണിസം എന്ന് പറയാം. സോ ബേസിക്കലി റിസൾട്ട് ഫ്രം ഡെത്ത് ഓഫ് ഡോപ്പമിൻ പ്രൊഡക്ഷൻ സെൽ. നമ്മളെ ബ്രെയിനിലൊക്കെ ഉണ്ടാവുന്ന ഡോപ്പമിൻ ഇല്ലേ, ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ്റെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡോപ്പമിൻ എന്ന സാധനം ഉണ്ടാവില്ല, അങ്ങനെ നമുക്ക് മൂവ്മെൻറ്റ്, ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുക. സോ ഏകദേശം 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ലേറ്റ് 45 കഴിഞ്ഞ ആൾക്കാരിൽ മിക്കവാറും കാണാറുണ്ട്. സിംറ്റം ട്രെമർ ഉണ്ടായിരിക്കും, റിജിഡ് ആയിരിക്കും, കാല് പൊക്കുമ്പോൾ കൈപൊക്കും, കൈപൊക്കുമ്പോൾ കാല് പൊക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കണ്ടാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, അതുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. സോ അനോട്ടമി ആൻഡ് പാത്തോഫിസിയോളജി ആണ്. ഇനി സബ്സ്റ്റാൻഷ്യ നിഗ്ര, ഈ റീജിയൻ ഓഫ് മിഡ് ബ്രെയിൻ റെസ്പോൺസിബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഡോപ്പമിൻ. നമ്മുടെ മിഡ് ബ്രെയിൻ എന്നൊരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റും കൺട്രോളും ഒക്കെ റിലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റേബിലൈസ് ചെയ്യുന്നൊരു ഭാഗമാണ് ഡോപ്പമിൻ. സോ ഡോപ്പമിൻ ഡിപ്ലീഷൻ. സോ ഡോപ്പമിൻ നമ്മളെ ബോഡിയിൽ കുറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് ഉണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സൈറ്റേറ്ററിയും ഇൻഹിബിറ്ററിയും, സോ അസറ്റൈൽ കൊളൈനും ഡോപ്പമിനും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു. ആ ഇംബാലൻസ് ഉണ്ടാകുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, പാർക്കിൻസോണിസം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഡോപ്പമിൻ പറഞ്ഞു ആൻഡ് ഇംബാലൻസ് ബിറ്റ്വീൻ അസറ്റൈൽ കൊളൈൻ പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും. സോ ഡോപ്പമിനും അസറ്റൈൽ കൊളൈൻ്റെയും എക്സൈറ്റേറ്ററി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഇംബാലൻസ് വന്നാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പാർക്കിൻസോണിസം വരാം എന്നുള്ളതാണ്. സോ റിസ്ക് ഫാക്ടർ ഞാൻ പറഞ്ഞു, മെയിൽ ജെൻഡറിലാണ് കൂടുതലും കാണുക. 60 വയസ്സിൽ കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്, ഫാമിലി ഹിസ്റ്ററി പ്രശ്നമാണ്, ട്രോമ പ്രശ്നമാണ്, ജനറ്റിക് മ്യൂട്ടേഷൻ പ്രശ്നമാണ്. സോ ഡയഗ്നോസ് എങ്ങനെ ചെയ്യാം, നേരത്തെ പറഞ്ഞ സെയിം തന്നെ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, CT, MRI, PET ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് കാർഡിനൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം സെയിം ആയിട്ട്, അതൊരു മാറ്റവും ഒന്നുമില്ല. സോ നെക്സ്റ്റ് സ്ട്രോക്ക് എന്താ, നമുക്ക് ബ്ലഡ് സപ്ലൈ പ്രോപ്പർലി ബ്രെയിനിലേക്ക് പോവില്ല, ഓക്സിജൻ കിട്ടുന്നുണ്ടാവില്ല, ബ്രെയിൻ അറ്റാക്ക് വരുന്നു, അവിടെ സെല്ലൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാം, അല്ലെങ്കിൽ സെൽ ഡാമേജ് ഉണ്ടാകുന്നു. ഒന്നും കൂടെ പറയാം, ബ്രെയിൻ ഫംഗ്ഷനൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ്, ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് പോകുന്നില്ല. ബ്ലഡ് ഫ്ലോ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുക, ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടില്ല. സോ ടൈപ്പ് ഓഫ് ബ്രെയിൻ സ്ട്രോക്ക് പലതരത്തിലുണ്ട്. ഫേസ്റ്റ് വൺ ഇസ് ഇസ്കീമിക്, ഹെമറാജിക്, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. ഏതൊക്കെയുണ്ട്, ഇസ്കീമിക് ഉണ്ട്, ഹെമറാജിക് ഉണ്ട്, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്, TIAS എന്ന് പറയുന്നു. സോ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടണം, ഇല്ലെങ്കിൽ തട്ടിപ്പോവും ഗൈസ്, ഉറപ്പാണ് കേട്ടോ. പാരലിസ് ഒക്കെ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ഉണ്ട്, ഇസ്കീമിയ ആണെങ്കിൽ 85% ഓഫ് സ്ട്രോക്കും ആൾക്കാരിൽ കാണാറുണ്ട്, ബ്ലഡിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാകുന്നു. ഹെമറേജ് ആണെങ്കിൽ ബ്ലീഡിംഗ് ആണ്, 50% സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. TI ആണെങ്കിൽ ടെമ്പററി ബ്ലോക്കേജ് ആണ്, വാർണിംഗ് സൈൻ ആണ്, ഫ്യൂച്ചറിൽ സ്ട്രോക്ക് വരാം. എല്ലാ കണ്ടീഷനിലും ഈ പറഞ്ഞ ഈ ടൈപ്സിൽ എല്ലാത്തിലും സ്ട്രോക്ക് വരണം എന്നില്ല, ചില കണ്ടീഷനിൽ മാത്രമേ സ്ട്രോക്ക് വരുള്ളൂ. ഒന്നുകിൽ ഫ്യൂച്ചറിൽ വരാം, അല്ലെങ്കിൽ അപ്പം തന്നെ വരാം. അതുകൊണ്ട് അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കേണ്ടാവുക. സിംറ്റം എന്താ, കൺഫ്യൂഷൻ ഉണ്ടാകും, അവർ പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ ഫേസ് എന്ന് പറയും കേട്ടോ,
ഫേസ് എന്ന് പറയും. അതായത് ഫേസിൻ്റെ സൈഡ് പോർഷൻ നോക്കും, അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പിന്നെ കോർഡിനേഷൻ നമ്മൾ നോക്കും. FA മീൻസ് ഫേസ് ആട്ടോ. ഫേസിൻ്റെ സൈഡിൽ ചുളിവുണ്ടോ, കണ്ണ് താന്നിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ C ഫോർ കോർഡിനേഷൻ ആണ്. E ഫോർ ഐ നോക്കും, കണ്ണിൻ്റെ ഭാഗം താഴ്ന്നിരിപ്പുണ്ടോ നോക്കും, അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നോക്കും. ഇത് നമ്മൾ ഒരു കണ്ടീഷനായിട്ട് പറയാറുണ്ട്. സോ ഹെഡേക്ക്, സിവിയർ ഹെഡേക്ക് ഒരു പ്രശ്നം തന്നെയാണ്. നമ്പ്നെസ്, തൊടുന്ന ഭാഗമൊന്നും അറിയണ്ടാവില്ല, അവർക്ക് നമ്പിങ് ഫീൽ ഉണ്ടാവും. ആൻഡ് വിഷൻ പ്രോബ്ലം, പല കാര്യങ്ങളും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബ്ലറി എഫക്റ്റ് ഉണ്ടായിരിക്കും, അതും പ്രശ്നം തന്നെയാണ്. ഡയഗ്നോസ് എങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഹേർട്ട് ടെസ്റ്റ് ചെയ്യാം, എക്കോകാർഡിയം ചെയ്ത് നോക്കാം, ബ്ലഡ് ടെസ്റ്റും ചെയ്ത് നോക്കാം. ഇത് മാത്രമേ ഉള്ളൂ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വെച്ച് നോക്കാൻ പറ്റും. ബാക്കി എല്ലാം സെയിം ആണ്. PET, CT, MRI, സെറിബ്രൽ ആൻജിയോഗ്രാം ഒക്കെ നമുക്ക് ചെയ്ത് നോക്കിയാൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ട്രീറ്റ്മെൻറ്റ് റിക്കവറി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ ക്ലോട്ട് ബസ്റ്റർ ഡ്രഗ്, നമ്മുടെ ക്ലോട്ട് ഫോം ചെയ്യുമല്ലോ, ഈ ക്ലോട്ടുകൾ നമ്മൾ പെട്ടെന്ന് അലിയിച്ച് കളയുക, സർജറി ചെയ്യുക, ക്ലോട്ട് റിമൂവ് ചെയ്യുക. ലോങ് ടേം ആണെങ്കിൽ ഫിസിക്കൽ തെറാപ്പി കൊടുക്കുക, ഓക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കുക, സ്പീച്ച് തെറാപ്പി കൊടുക്കുക, ഫിസിയോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെ അവർക്ക് സെക്കൻഡറി കാര്യങ്ങളാണ് ലോങ് ടേം തെറാപ്പിയിൽ. ഫസ്റ്റ് നമുക്ക് നടക്കുന്നുണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. സോ പ്രിവെൻഷൻ അവയർനെസ് ആണ്. സോ ബേസിക്കലി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇത് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞാലോ, ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ക്ലാസ് എനിക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. എപ്പിലെപ്സി പറഞ്ഞു, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അപ്പോൾ ഞാൻ പോകുന്നില്ല, അങ്ങോട്ടേക്ക് പോകുന്നില്ല. പാർക്കിൻസോൺസ് ഞാൻ പറഞ്ഞു. സോ ഡോപ്പമിൻ ആണ്, അതാണ് എടുത്ത് വെക്കേണ്ടത്. 2 അസിറ്റൈൽകോളിൻ വെക്കുക, 2 ഇംബാലൻസ് ആണെന്ന് മനസ്സിലാക്കിക്കോളാം. സോ റിസ്ക് ഫാക്ടേഴ്സ് അറിയാം. സോ സ്ട്രോക്ക് പറഞ്ഞു, ക്ലോട്ട് ഫോം ചെയ്യുന്നു, ബ്ലഡിലേക്ക് ബ്രെയിൻ പോകുന്നില്ല, ലാക്ക് ഓഫ് ഓക്സിജൻ, ബ്രെയിൻ അറ്റാക്ക്. ഓക്കെ. സോ ഹെമറാജിക് ഉണ്ട്, ട്രാൻസിനുണ്ട്, ഇസ്കീമിക് ഉണ്ട്. സോ സ്ട്രോക്ക് വരുന്നു. സോ ബേസിക്കലി ഫേസ് എന്ന് പഠിച്ചാൽ മതി, അപ്പോൾ തന്നെ സിംറ്റംസ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഡയഗ്നോസ് PET ഇമേജിങ്, CT, സെറിബ്രൽ ആൻജിയോ ഒക്കെ നമുക്ക് എടുത്ത് നോക്കാനായിട്ട് പറ്റും. സോ ഇമ്മീഡിയറ്റ് റിമൂവ് ചെയ്യുക, ക്ലോട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോട്ട് റിമൂവൽ മെഡിസിൻ കൊടുക്കുക. ഇറ്റ്സ് വെരി റിസ്കി, ഒരുപാട് ആൾക്കാരിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. റെഫറൻസ് നോട്ട് നിർബന്ധമായിട്ടും വായിക്കുക. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.